അങ്ങനെ ഗൈസ് കാത്തിരിപ്പിന് വിരാമം കൊണ്ടുകൊണ്ട് നാളെ ചെറിയ പെരുന്നാൾ അല്ലേ മമ്മ? നാളെ ചെറിയ എന്താണ് ഇപ്പൊ വാർത്തയിൽ പറഞ്ഞു പറഞ്ഞല്ലേ? എനിക്ക് എന്താ പറയാ പെരുന്നാളെ കുറിച്ച്? നല്ലത് ഈദ് മുബാറക് അവിടെ ഈദ് മുബാറക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് കാറും കൊണ്ടാണ് കുത്തിരിക്കണത്. വേറെ ആരും കാറും അല്ല, നമ്മളെ മുന്നന്റെ കാറ്. സംഭവം പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു തുറവിണ്ട്. എവിടെ മമ്മ തുറവി? പൂക്കോടുംപാടത്ത്. ആര് തുറവ? മകന്റെ പേരിൽ തുറവിയാണ് ഗൈസ്. ഒരുത്തനെ അപ്പുറത്ത് മടിച്ചു മാറി നിൽക്കുന്നുണ്ട്. അതായത് വ്ളോഗിൽ കുറെ ആൾക്കാർ അവനെ ചീത്ത പറഞ്ഞിട്ട് മാറി നിൽക്കുന്നുണ്ട്. അതായത് ഞങ്ങളെ നാട്ടിൽ നോർമലി വർത്താനുള്ളത്, പക്ഷെ കേട്ടോർക്ക് വേറെ രീതിക്ക് ആയത്. എന്ത് തെറ്റുപറ്റി? ഒന്നും ആയിട്ടില്ല. നമ്മള് സാധാ മൈക്കന്നെ പറഞ്ഞേ. നിങ്ങളപ്പോ വല്ല 90s 90s ആൾക്കാർ ഒന്നും പറയണ്ട. നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമ്മളെ ചെറിയ അപ്പാപ്പാനോട് പോവാണ് അല്ലേ? അവിടെ നിന്ന് തുറവുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ ചെക്ക് അത്രയും കാലം അവിടെ ഇല്ല. അപ്പൊ ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട്. അതിനെ ഓടല്ലേ തിരുവനന്തപുരത്താണ് വർക്കിന് പോയിക്കാണ്. അപ്പൊ ഒന്ന് നാട്ടിലെത്തിക്കണ്. അപ്പൊ നമ്മൾ അവിടം വരെ പോകാൻ വേണ്ടി നിൽക്കാണ്. വേറെ എങ്ങനെ ഞങ്ങൾ പോകണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കാറിലാണ് ഗൈസ് പോകണേ. ഇന്ന് ബൈക്കില്ലേ, നമ്മളെ സ്കൂട്ടി നമ്മൾ മുന്നേ കൊടുത്തത് മുന്നത് കൊണ്ടാണ് പോയിക്കണത്. അപ്പൊ നമ്മൾ കാറിൽ പോകും. മോട്ടറിനാണ് വണ്ടി എടുക്കണത്. എന്താ എനിക്ക് പറയാല്ലേ? അതെ ഗൈസ്, ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. പോവുകയാണെന്ന് ക്യാമറയിൽ സംസാരിക്കും. നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. എന്നാ കേറി. ആയിക്കോട്ടെ, എങ്ങനെ ചെയ്യാം? നിങ്ങൾ ബാക്കിൽ ഇരുന്നോളി. ഇപ്പൊ പോവല്ലോ നമ്മമ്മ? പോലെ പോലെ അതടങ്ങാണോ? വലിച്ചടച്ചാ മതി. അത് തുറന്നിട്ടൊന്ന് വലിച്ചടച്ചു കൊടുത്താണി മമ്മ. വലിച്ചടച്ചോണി. വലിച്ചടച്ചോളി. ഓക്കെ. ഞാൻ മോളത്തെ അതൊന്ന് താഴത്ത് കഴിക്കളാം. അതൊന്ന് ലോക്ക് കഴിക്കളാം. അസുന കുനിപ്പ് ഇപ്പുറത്തത് വൈകില്ലേ? ഓക്കെ അല്ലേ? നീ പോവല്ലേ? കയറിയുണ്ടോ? ഇല്ലല്ലോ. അതൊന്ന് തുറന്നിട്ടോ. അതാകുമ്പോ നല്ല നാച്ചുറൽ കാറ്റുകൊണ്ട് പോകാലോ അല്ലേ? എന്നാ പോവല്ലേ? ഇനി ഗൈസ് ഞങ്ങള് നേരെ പോകാൻ നോക്കട്ടെ. ഇപ്പൊ ടൈം ഏകദേശം ഒരു 5:30 ടൈമായി. 5 മണി 5:30 ആയിക്കൊണ്ടിരിക്കണുള്ളൂ. നമുക്ക് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതാണ് നേരം വൈകി പോയത്. ഇനിയിപ്പോ നേരെ എന്തായാലും അവിടെ എത്തട്ടെ. സാധനങ്ങൾ പോലും വാങ്ങിയോന്ന് അറിയില്ല. ഇനി നമ്മളെത്തിയിട്ട് സാധനങ്ങളൊക്കെ ചെന്നാലും വാങ്ങിക്കൊണ്ടിരേണ്ടി വരും. അറിയില്ല. എന്തായാലും ഗൈസ് നേരെ പോയോട്ടെ. ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറിന്റെ അടുത്തുള്ളൂ. 1 മണിക്കൂറിന്റെ അടുത്തില്ലേ? അപ്പൊ എന്തായാലും ഇനി നേരെ പോയോക്കട്ടെ. ഓക്കെ, എവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ഈ പേരിന്റെ മുമ്പിൽ എത്തിട്ടോ. ഇതാണ് നമ്മളെ അപ്പാപ്പാന്റെ പേര അല്ലേ മമ്മ? ഓക്കെ അല്ലേ? എന്നാ ഇനി ഇറങ്ങിക്കോളി, ഡോർ തുറന്നോളി. അങ്ങനെ ഗൈസ് നമ്മളിവിടെ പെരിയിൽ വന്നെത്തി. നഞ്ഞിമ്മ ഇറങ്ങിക്കോളി. കഴിഞ്ഞോ? ചത്ത അവിടെ എത്തിയതിന് കാറ് കയറിയിട്ട് കഴിഞ്ഞാണോ? അതല്ലാതെ കാർ പോയിട്ടോ? മഴ ചത്തിക്കണം. മമ്മ എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട്? ഇതിന് ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എങ്ങനെ ഉറക്കം പറക്കിക്കണില്ല? സുഖമായിട്ട് പോകുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനെ കഴിച്ച് നമ്മളിവിടെ വന്നെത്തി. എടാ ബാടാ, അസ്സലാമലൈക്കും. എന്താ വർത്താനം? കഴിച്ച് ഇത് നമ്മളെ ബാക്കിക്കാരൻ തന്നെ കേട്ടോ. എടാ പോയാണ്ട് എനിക്ക് ട്രൗസർ ഇട്ട് വേടാ. അല്ലെ ഇപ്പൊ കോപ്പി റൈറ്റ് അടിച്ചു. അലി അക്കൗണ്ട് ഇപ്പൊ പോകും ഞങ്ങൾക്ക്. എന്താ വർത്താനം? സുഖം. എന്താ കുഞ്ഞമ്മ വർത്താനം? സുഖം. കേറി. ഇച്ചറിയില്ല നാളെ പെരുന്നാളാവുമല്ലെന്നൊരു കൊടുത്തല്ലേ. എന്താ മമ്മാന്റെ അഭിപ്രായം? നാളെ പെരുന്നാളാവോ? 29 ആണല്ലേ? എങ്ങനെ 28ാമത്തെ നോമ്പല്ലെന്ന്? അപ്പം അവിടെ നോക്കി പറയും 28ാമത്തെയാണ്. ഞാൻ എന്താണെന്ന് 28 29 29 28 ഇന്നത്തെ നോമ്പ്. ഇന്നോ? ഇന്ന് 18. ഇന്ന് എത്രാം തീയതി? അന്ന് 29ാമത്തെ നോമ്പാ. കാരണം കറക്റ്റ് 1-ാം തീയതി മുതൽ നോക്കുമ്പോ 29ാമത്തെ നോമ്പാ. ഗൈസ് നമ്മളിവിടെ സാധനങ്ങളൊക്കെ ആക്കണ നിരത്തി വെച്ചിക്കണ്. ഞങ്ങള് വരുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ സെറ്റ് ആക്കിയില്ലേ? ആണ്. അപ്പൊ 29ാമത്തെ നോമ്പാ. അപ്പൊ നാളെ പെരുന്നാളാണെന്ന് ജി പറയണേ. കലണ്ടറിൽ നാളെയാണ് ഗൈസ്. എങ്ങനെയാണെന്ന് അറിയില്ല. നാളെ പെരുന്നാളാവില്ലെന്ന് അറിയില്ല. ഇവിടെ ആക്കണ വീഡിയോ കോൾ ആപ്പാപ്പ ഉണ്ട്. ആപ്പാപ്പനോട് ഉമ്മ സംസാരിച്ചിരിക്കാണ്. അപ്പാപ്പ എന്താ വർത്താനം? സുഖം. കുഴപ്പമില്ല, നമ്മളിവിടെ നോട്ടെ. ആയിക്കോട്ടെ. അപ്പാപ്പ റൂമിൽ നിന്നാണ്ട് എ സി ഇട്ടാണ് കന പറഞ്ഞത്. കാരണം ചൂടല്ലേ ഭയങ്കര.
മമ്മ അവിടെ ഇരുന്നോളിന്നാ. മമ്മ അവിടെ ഡ്രസ്സ് മാറ്റാണ്. ഗൈസ് കുട്ടിക്ക് ഡ്രസ്സ് മാറി. എടി സനു എവിടെ ഗൈസ്? നമ്മൾ സനുവിനെ കണ്ടിട്ടില്ല. സനുവിനെ കാണണ്ടേ? സനുവാ ഇവിടെ ഷാളിടാതെ കുത്തിരിക്കാനുണ്ടോള്. അടുക്കളയിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ? ഇജെപ്പോഴേ ഗൈസ് നമ്മൾ വരുന്നതിന് മുമ്പ് വലിയ സാധനങ്ങളൊക്കെ സെറ്റാക്കി. അത് ഞങ്ങൾ നേരം വൈകി. ഞങ്ങളെന്താ അറിയോ, ഞങ്ങൾ ഇന്ന് എത്താൻ നേരം വൈകി ഗൈസ്. കാരണം ഇന്ന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്താൻ ബൈക്കും വരികയാണെങ്കിൽ നേരത്തെ എത്തിന്. കാറിലൊന്നും ഇപ്പോൾ പൊലം ബ്ലോക്ക് നല്ല ബ്ലോക്ക്. പിന്നെ അങ്ങനെ നേരം വൈകി. എന്താണ് പ്ലാനിങ് ചെയ്ത് വരാൻ പാടില്ല ഒരിക്കലും. ഷാൾട്ടോ അതാണേ നോമ്പറക്കുന്ന ടൈം കൂടില്ല. പിന്നെ പോരാത്തിന് പെരുന്നാത്തിരക്കും ഡ്രസ്സ് എടുക്കാൻ ഓരോരുത്തർ ഇറങ്ങുന്ന ടൈമും അതാണേ. അങ്ങനെയാണ് നേരം വൈകി ഗൈസ്. ഇതിപ്പോ എടുത്തേക്കണോ? ഇത് നമുക്ക് പിന്നെടുത്താ പോരെ. ഇപ്പൊ ഗൈസ് എല്ലാ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിക്കണം. ഇനി ഇപ്പൊ തന്നെ സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ. എന്താ റിച്ച് എനിക്ക് പറയാല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ? എടാ ഇജിബ് പോയിട്ട് ഇപ്പം പണിക്ക് പോയത് തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ? പണിയൊക്കെ കുഴപ്പമില്ല. നോമ്പായോണ്ടേ. എത്രയാണ് 7 മണി വൈകുന്നേരം 7 മണി മുതൽ 10 വരെ. ഇവല്ലാത്തിയോണ്ട് കേസ് നമ്മളെ പെരീത തുറയുന്നൊരു രസമല്ല. അന്നെ മിസ് ചെയ്തു. അല്ല ഓ അങ്ങനെ പറയണല്ലോ. എങ്ങനെയുണ്ട്? എന്താ എനിക്ക് വർത്താനോ? എന്താ വർത്താനോ? സുഖസുന്ദരം അല്ലേ? കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അല്ലേ? വള്ളൊക്കെ ഇതാക്കി വെച്ചിക്കണ്. നമ്മൾ ചെന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞേ. ബാങ്ക് കൊടുക്കാൻ ടൈമായി വരുന്നുണ്ട് ഗൈസ്. ആരാവാനായി. സെറ്റല്ലേ? ഡ്രസ്സ് എടുത്തോ പെരുന്നാക്ക്? നമ്മളെ കൂട്ടാതെ എടുത്തു ഗൈസ്. എവിടെ ഡ്രസ്സ് കടി തരാൻ വിളിച്ചണേ? എവിടെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാന്നാ. എന്നാ ഇനിയിപ്പോൾ നോമ്പറക്കാനായി ടൈമായി. എന്നാ ഇരുന്നോളി. ഇമ്മ ഇരുന്നോളി കുത്തിരിക്കൽ തുടങ്ങിക്കോളി. നോമ്പറക്കാൻ ടൈമായി വരുന്നുണ്ട് ഗൈസ്. ഇന്നിവിടെ തുറക്കാൻ എന്തൊക്കെയല്ല വെച്ച് കഴിഞ്ഞാൽ പത്തിരിയുണ്ട്, പൊറാട്ടയുണ്ട്, സമൂസ ഉണ്ട്. ഇതെന്താ ചിക്കൻ പൊരിച്ചതോ? ചിക്കൻ പൊരിച്ചത്, കട്ട്ലേറ്റ്, ബത്തക്ക പിന്നെ പൈനാപ്പിള്, അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എടി റീനോ വാടി ഇരിക്ക്. ബാ കുട്ടീനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാമ? അരേ ഞാൻ 7 മിനിറ്റ് കൂടി ഉള്ളൂ. ഇത് തട്ടോ എവിടുന്ന്? ഇവിടുന്ന സനുവിൻ്റെ ഗൈസ്. നമ്മളെ കുട്ടിയാക്കണ ഇവിടെ ഉണ്ട്. എന്താ വർത്താനം? നോമ്പുണ്ടാക്കുന്നത്? നോമ്പെടുക്കാൻ ടൈമായി വല്ലതും അറിയണ്ടോ? ഡ്രസ്സൊക്കെ എടുത്തില്ലോ എനിക്ക്? കുഴപ്പമില്ല. അവിടെ എങ്ങനെ നടത്തിക്കല്ലേ? മറ്റേതും വേണ്ട എടുത്തെടുത്തുന്നോ? എൻ്റെ ചെലവോ? ചെക്കൻ്റെ ചെലവ്, അമ്മോൻ്റെ ചെലവ് ജിരിക്കില്ലേ? എന്നാ ഇരുന്നോളി. ഇമ്മ വരി. ഓലെ അവിടെ തിന്നാനുള്ള സാധനങ്ങൾ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ഇരിക്കാൻ നോക്കാം. എന്നാൽ അമ്മ ഇരിക്കൽ തുടങ്ങിക്കോളി. കയറി ഇരുന്നോളി, ഉള്ളിൽ എടി റീനോ ടൈമായി. ബാ നമ്മണ്ട ഇരിക്കും. എന്തായാലും ഗൈസ് നമുക്ക് നോമ്പറക്കാൻ ടൈം ആകുമ്പോൾ നമുക്ക് ബാക്കി ഇതാക്കാം ഗൈസ്. നമ്മളെ ആപ്പാപ്പാൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നതാണ് ഗൈസ് നമ്മളെ ആപ്പാപ്പാൻ്റെ വീട്. എല്ലാവരും ഒന്ന് നോക്കൂ. ഇതാണ് ഗൈസ് വീട്. ഇത് ഏകദേശം എത്രയായി? എങ്ങനെ? 5 കൊല്ലം. ഏപ്രിൽ 12 വരുമ്പോൾ 5ാമത്തെ കൊല്ലം തികയാണ് ഗൈസ് ഈ പെര ഉണ്ടാക്കിയിട്ട് അല്ലേ? കുടിയിരുന്നിട്ട് അല്ലേ? എത്ര സെന്റ് ഉണ്ട് ഇത്? 10 സെന്റ് അല്ലേ? അപ്പാപ്പ ഞാൻ എന്നാ വരുന്ന അറിയോ? വലിയൊരുന്നാക്ക് വരുമോ അപ്പാപ്പ? ആണോ? അതാണല്ലേ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഗൈസ്. അത് അവിടെ യുദ്ധമാണ്. അതൊന്ന് തീരട്ടെ, ഫ്ലൈറ്റ് ഒന്ന് ചാലാവട്ടെ അല്ലേ? ഇൻഷാല്ലാ വരും ഇൻഷാല്ലാ. ഇതാണ് ഗൈസ് ഞങ്ങളെ ചെറിയ അപ്പാപ്പാൻ്റെ പേര. മറ്റേ വലിയ അപ്പാപ്പാൻ്റെ പേര ഞങ്ങൾ കണ്ടതാക്കിയ നമ്മളെ മറ്റേ പീപ്പിൾസ് വില്ലേജത്തെ അല്ലേ? ആരെ? ബനെ ഓൻ ഇത്രയും നേരം കണ്ടില്ലേ ജി? ഗൈസ് എല്ലാവരും ചോദിക്കണം ബനെ ഓ ഇൻട്രോട്ട് എക്സ്ട്രോട്ടൊക്കെ ആവും. ടൈമുണ്ട്. പെരുന്നാക്ക് എങ്ങോട്ട് പോണില്ല. നമുക്ക് ടൂർ കൊണ്ടൊന്നും വെച്ച ആകെ മെയിലും കൈ വേനേന്. എൻ്റെ കെട്ടിയോനോട് എൻ്റെ കെട്ടിയോനെ കൊണ്ട് പോയിക്കോ. കല്യാണം കഴിച്ചാലും കുറച്ച് സ്വൈര്യം ഉണ്ടാവും വിചാരിച്ച് നമ്മൾ കൊണ്ടുപോകണല്ലേ? പറയോ തന്നെ പറയോ?
എന്നാ നടക്ക് അതിനോട് കിടക്കി എടുത്ത് കൊടുത്താ ബാങ്കുക്കാൻ ടൈമായി എല്ലാരും ഇവിടെ കുത്തിരിക്കണുണ്ട്. ഒരുത്തനോടെ പാല് കുടിച്ചണ് വലിച്ചു കുടിച്ചടാ നോക്കി കുടിച്ചു നോക്കിയാ നോമ്പില്ലപ്പോ നോമ്പ് തുറക്കാണല്ലേ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നോമ്പ് തുറക്കാം നമ്മ കാറ് പോന്നിട്ട് ഭയങ്ങിയതാ കാറില് വന്നിട്ട് നോമ്പ് നോറ്റിട്ടോ ഇന്നല്ലേ നാളെ ലാസ്റ്റ് നോമ്പാവൂലേ ഭയങ്കര ക്ഷീണല്ലേ ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര ക്ഷീണം ആ ആയി ഇനി ചെലപ്പോ നാളെയും കൂടി ഉണ്ടാവും നോമ്പ് അല്ലേ എന്താ എനക്കതിനെ കുറിച്ച് പറയല്ലേ നാളെ നോമ്പ് ഉണ്ടാവോ ഇൻഷാല്ലാ അല്ലേ ചെലപ്പോ ഉണ്ടാവും ചെലപ്പം അല്ലേ ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ് അങ്ങനല്ലേ പറയേണ്ടത് അല്ലേ ഉണ്ടെങ്കിൽ നാളെ നോമ്പ് ഉണ്ടെങ്കിൽ മറ്റന്നാ പെരുന്നാൾ അല്ലെങ്കിൽ നാളെ പെരുന്നാൾ അതങ്ങനെ തന്നെ ഗൾഫില് നാളെയാണ് വെള്ളിയാഴ്ചയാണ് നാളെ കൃഷിക്കൊക്കെ നാളെ പെരുന്നാൾ അറിയില്ല എന്താണെന്ന് അറിയില്ല എന്നാ എന്നെ പരിചയപ്പെടുത്തി കൊടുത്താ നെജു ഹലോ 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 നല്ല പറയാൻ പറഞ്ഞു നെജു ഞാൻ അമ്മായിൻ്റെ വലിയ ആങ്ങളൻ്റെ മകന്. കുഞ്ഞാമ്മന്റെ വലിയ ആങ്ങളന്റെ മകൻ. അതെ 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 പേര് നജാഫ്. നജാഫോ ആ നജാഫ് ഗൈസ് അനക്കും പേരറിയില്ലേ? അല്ല ഞാൻ വിചാരിച്ചു തരുന്നുണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഗൈസ് ആണോ സോറിടാ അപ്പൊ കുഴപ്പമില്ല എന്താ എനിക്കും അറിയാല്ലേ സുഖം ഗൈസ് ഇത് മറ്റേ ഇവളാണ് തീരെ ഉത്തരവാദിത്തല്ല റമദാൻ മാസത്തിലേലും കുറച്ച് നന്നാവും വിചാരിച്ചൊക്കെ ഇതൊക്കെ ഞാനാണ് ഇവള് ഗൈസ് ഒരു ചലഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് 2 മാസത്തിനുള്ളിൽ എത്ര കിലോ കുറക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറന്നിട്ടില്ല ഇത് വീഡിയോയിൽ ഫുൾ റെക്കോർഡിംഗ് ആണ് 50 കിലോ 50 കിലോ ഒക്കെ ആക്കെന്ന് പറഞ്ഞാൽ കുത്തരുന്നതാണ് ഒന്നും കാണാനൊന്നുമില്ല 50 കിലോ ആക്കും എന്നാലും ഏറി വന്നാലും ഇനി ഏകദേശം എത്ര ദിവസം ഉണ്ടാവും ഏറി വന്നാലും ഒരു മാസവും ഒരു 15 ദിവസവും ഒരു റമദാൻ മാസം അന്ന് നിങ്ങൾ വന്നെന്നാ ഓർമ്മ ഉണ്ടോ എത്രാമത്തെ നോമ്പിന് എന്തിന്റെ പേരിക്ക് തുറപ്പിച്ചാന് എത്ര തോന്നമ്മ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 ആ നോമ്പിലാണ് വന്നത് ഏകദേശം 15 ദിവസം കഴിഞ്ഞു കൂട്ടാം ഇനി ഒരു മാസം ഞാൻ ജൂണിനാ പറഞ്ഞേ ഇത് ജൂണോ ജൂണല്ലേടാ പറഞ്ഞേ ആ വീഡിയോ ബാങ്ക് കൊടുക്കാം ബാങ്ക് കൊടുക്കാൻ ടൈമായി ഇരിക്കി ശരി കഴിഞ്ഞു ലാസ്റ്റ് മുറുക്കും കൂടി വലിച്ചാണ്ട് കുടിച്ചെങ്കി അത് കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങിക്കൂടെ എന്താ കൊടുത്തോ നോക്കിയാ എന്നാ ഇരുന്നോ ബാങ്ക് ഇപ്പൊ കൊടുക്കും ടൈമായി പിന്നെ കൊടുക്കാം വാ ബാങ്ക് ഇപ്പൊ കൊടുക്കും 1 മിനിറ്റ് കൂടെ ഉള്ളൂ ഇരിക്കടാ റിച്ചോ വാ കയറിന്നോളി എടി ഇരിക്കേ തപ്പി പിടിച്ചിക്കണേ പിന്നെ അങ്ങനെ വലിയ കഷ്ടമൊന്നല്ലേ കേസ് സ്ഥിരം വരുന്ന ആൾക്കാരാണല്ലേ എന്നാ കുഞ്ഞാമ്മ വരി ഇരിക്ക് ബാങ്ക് ഇങ്ങോട്ട് കേൾക്കൂല ആണോ എടി കാരൊക്കെ എടുത്തില്ല അത് ശരി വെയിറ്റിങ്ങിലാണ് ഗൈസ് ഉമ്മക്ക് ആകെ മമ്മ അതിനും വലുത് മമ്മ പുതിയ ഷാളൊക്കെ എടുത്തിക്കണ് ഏതാ മമ്മ ഷാള് വെറൈറ്റി സാധനല്ലേ അത് നല്ല മുന്നേറ്റായി എന്തായാലും ഇതെടുത്തോ അത് നല്ല രസമുണ്ട് സ്ഥിരമാക്കി കളഞ്ഞിട്ടാ മറ്റേ ഉരിച്ചാടി എടുക്കണം ഇമ്മമ്മ ഇപ്പോൾ മറ്റേ തല്ല മുകളിൽ മറ്റേ സാധനം ഇട്ടുകൊണ്ടാണ് നിൽക്കണത് തോന്നണ് എന്താണ് തലമ കെട്ടി മമ്മാൻ്റെ മെയിൻ സാധനമാണത് പാലൊടിച്ച് കഴിഞ്ഞടി അതിനെ കൊണ്ട് കടത്തിക്കളാം എന്നിട്ട് ഇരുന്നോ ഹലോ ഗൈസ് പറ വർത്തനം പറയാ എങ്ങനെയാ മാമ പാഞ്ഞി എടുക്കാനായി മുട്ടായി നീന്തണം എന്നിട്ട് ഒറ്റടി വെക്കണം 8ാം മാസത്തില് ഒറ്റടി വെച്ചിനി ഷിഫി എത്ര മാസത്തിലെ പല്ല് 6 മാസത്തിലോ 8ാം മാസത്തിലോട് ഒറ്റടി ഇങ്ങനെ നടന്നീനി പല്ല് വരാനാ
ഒന്ന് ഞാൻ കടിയോട് കടിയൊക്കെ പിന്നെ അല്ലേ എടാ അമ്മായി അവിടെ കുഞ്ഞാമ്മ കാത്തിക്കാണ് ബാങ്ക് കൊടുക്കുന്ന കേസ് ഇങ്ങോട്ട് കേൾക്കുമെന്ന് അറിയില്ല ആണോ എടാ വേറെ പ്രത്യേകത ഈ മാസത്തെ നോമ്പ് 7 മണിയിലൊന്നും കാത്തു നിൽക്കില്ലല്ലോ ബാങ്ക് കഴിഞ്ഞ മുമ്പത്തൊക്കെ 7 മണി കഴിഞ്ഞില്ലേ അതെയോ 6:45 ആകുമ്പോഴത്തേക്ക് ഇപ്രാവശ്യം ബാങ്ക് കൊടുക്കുന്നുണ്ട് കോപ്പിറൈറ്റ് തരുമോ ചേച്ചി പാട്ടിട്ടിട്ട് ഇരിക്കണോ കമോൺ ഇരിക്കേ ഇന്നലെയാണ് നമ്മൾ തുറവേക്കാൻ വിചാരിച്ചതല്ലേ പക്ഷെ ഇന്നലെ ഇവർക്ക് വേറെ തുറവുണ്ടായിനി അപ്പോൾ അങ്ങനെ കൊടുത്തോ ഓക്കെ റൈസ് ബാങ്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇനി തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ആകാം അഭിപ്രായം പറയേണ്ടതാണ് ഓഫ് കോഴ്സ് എന്താണ് പോരാണോ ഇജുണ്ടാക്കിയല്ലേ അത് തോന്നി എന്തായാലും ഗൈസ് ഇനി തുറന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് മെല്ലെ ഇതാക്കല്ലേ ഓക്കെ ഗൈസ് ഇതാക്കണ ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പറഞ്ഞാൽ നാളെ പെരുന്നാളാണോ അതോ നോമ്പാണെന്ന് അറിയില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ് ടി വി ഇട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓർക്കും കൺഫേം ആയിട്ടില്ല അതിൻ്റെ തപ്പലിലാണ് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ടേബിളും ഒക്കെ വെച്ചാണ് വെയിറ്റിങ്ങിലാണ് ടി വി കണ്ടുകൊണ്ട് അമ്മ എന്താ പറയണ്ടേ കാണുമോ കാണുമെന്ന് ചോദിച്ചാൽ ഓല എന്നാ തീരുമാനിച്ചത് അല്ല അമ്മമാൻ്റെ അടുത്ത് പറയാം കാണുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റൂല അമ്മക്ക് വലിയ ധാരണ അമ്മ എന്താ പറയുക ഓല് കാണുവന്നില്ല കാത്തിരിക്കണേ അല്ല അമ്മാൻ്റെ അടുത്ത് പറയാം കണ്ടാ നാളെ പെരുന്നാള് അത് ഞങ്ങൾക്കും അറിയാം അതല്ല ഞാൻ ചോദിച്ചത് ആവുമില്ലെന്ന് ഞാൻ ചോദിച്ചേ അള്ളാഹു എന്റെ മികവുറ്റ ഇത് അല്ല ഡൗട്ട് നാളെ ആകും എന്നാണ് നാളെ ആയാൽ മതിയായിരുന്നു അല്ലേ ആവൂലേ എന്താ ആവൂല മറ്റന്നാളാവുള്ളൂ എന്ത് പരിപാടിയാണ് നാളെ ദുബായിലാണ് പക്ഷെ അതിന് നേരെ ഇട്ടായാലല്ലേ കാണുള്ളൂ ആരെങ്കിലും പറയണം ഇപ്പം തിരുവനന്തപുരത്ത് അവരൊക്കെ അറിയിപ്പെട്ടുമ്പോ കാര്യമായിട്ട് എന്തൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർത്തയിൽ മാസം കാണണം മാസം കണ്ടാലേ അറിയുള്ളൂ വെയിറ്റിംഗ് ആണ് ഇതിപ്പോ അവിടെ നോക്കിക്കൊണ്ടിരിക്കണ കോഴിക്കോടല്ലേ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മമ്മ എന്തൊക്കെ പറയുന്നത് ഓർക്കും നമുക്ക് രസമാകോ ആർക്ക് ദുബായിലോ ചില ടൈമിലൊക്കെ അവരുണ്ട് തോന്നുന്നു ആവോ ആണോ ദുബായിൽ ഇവിടെ ഒരു ദിവസം നമുക്ക് ഒരു ദിവസം ചിലപ്പോ അങ്ങനെ ആകാനും വയ്യുണ്ട് അതിനാണ് ഇപ്പൊ മമ്മ പറയുന്നത് നാളെ പെരുന്നാളാണെന്ന് അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അത് എന്തായാലും കേസ് നമുക്ക് വെയിറ്റ് ചെയ്താണ്ട് തന്നെ കാണാം ഇതാക്കണം താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഉദ്യം മാധ്യമങ്ങളൊക്കെ എന്തൊക്കെ എന്തായാലും ചർച്ചയിലാണ് കേസ് ഓരോ ചർച്ച ഒന്ന് കേട്ടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നാളെ പെരുന്നാളാവോ ഇല്ലേന്ന് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കായിരുന്നല്ലോ എന്നാ തുടങ്ങല്ലേ എന്നാ അതേലും നടന്നോളൂ തിന്നലേലും നടന്നോളൂ നമ്മ നീച്ചി അതിൽ കേട്ടെ എന്തായാലും കേസ് നമുക്ക് നമ്മളെ കലാപരിപാടിയിലേക്ക് കടക്കാം ഉമ്മ നീച്ചി ഇരുന്നോളി എന്നാ അമ്മമ്മ ഇരുന്നോളി റിച്ചൂടെ എവിടെ തുണി എടുക്കുക എന്താ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ കമ്മോൺ ബാ ചെല്ല് ഇരിക്ക് എന്നാ കുഞ്ഞാമ്മ ഇരിക്കല്ലോ ഇങ്കോളി ഇമ്മ നീച്ചി എത്തവിടെ തൊള്ളിയും വിളിച്ചിക്കണേ എത്ര നേരമായി വിളിച്ചണേ ചെല്ല് ബാ സനിയോ ഇരുന്ന ചോറിക്ക പോയി കിടന്നുറങ്ങി കുറെ നേരം എലിച്ച് നീച്ച് കുത്തിരിക്കൽ തുടങ്ങിയിട്ട് ബാ എവിടെ റീനു റീനു ഒക്കെ നേരത്തെ തന്നെ കയറിയിരുന്നാണ് കേസ് ഉമ്മ എവിടെ ഇരിക്കണേ ഉമ്മമാൻ്റെ അടുത്ത് ഇരുന്നോളിതാ ഞാൻ ഇവിടെ എവിടെയും ഇരുന്നോണ്ട് ഉമ്മമാക്ക് എന്താണ്ട് ചോറാണോ പത്തിരിയാണോ പൊറോട്ടയാണോ ചോറ് മതി മന്തി ഇത് മന്തിയാ കുഴപ്പമില്ല അത് തിന്നു ഇത് ആകെ കുറച്ചുള്ളൂ അത് ഇറങ്ങും അത് ആ തിന്നണ ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും കുട്ടി അവിടെ ഉണ്ട് മമ്മ ഇതാ ഇവിടെ ഉണ്ട് കാണില്ലേ കുട്ടി നല്ലോടെ അത് കളിച്ചാൻ കൊടുക്ക ഓക്കെ ഏതായാലും നന്നായി കുറെ ആൾക്കാർ ഡ്രസ്സേ നോക്കിയിട്ടില്ല എന്നാ പറഞ്ഞത് ഡ്രസ്സും ചെരുപ്പൊക്കെ ചെരുപ്പും കൂടി ഇല്ലേ ഡ്രസ്സ് മൂന്നിട്ടെടുത്ത അതിന്റെ തപ്പിലാണ്
എന്നാ ഇരിക്കി എന്നാ കുഞ്ഞമ്മ ഇരുന്നോളി തിന്നല് തുടങ്ങിക്കോളി എന്നാ മമ്മക്ക് വേറെ എന്തേലും വേണം മമ്മഞ്ഞ് മതിയോ മതിയോ ധാരാളം ഒരു തിന്നിട്ടാ എങ്ങനെയുണ്ട് തിന്നിട്ട് എന്താ അവസ്ഥ അപ്പൊ ഇത്ര തിന്നിട്ട് എന്താ അവസ്ഥ 2 കണ്ടും തിന്നല്ലോ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് നല്ല ചൊറുക്കായില്ലേ മാക്കോ എന്നാ തിന്ന് തൊള്ളിക്കെടുത്ത് നോക്കി തിന്നാൻ തോന്നുന്നില്ല. എന്താ ഗ്യാസ് കയറിയോ അത് കണ്ടു കൊടുക്കാം നമ്മമ്മ ചിക്കൻ പൊരിച്ച എങ്ങനെയുണ്ട് നോക്കി സനുവിന്റെ വകയാണല്ലോ ചിക്കൻ പൊരിച്ചത് അല്ല സനുവോ ഇജ്ജുണ്ടാക്കിയാണെന്നല്ലേ പറഞ്ഞേ നമ്മ ചിക്കനൊന്നും വേണ്ട അന്തി ശവായണത് ഷവായാണിത് ഷവായ പിന്നെ പൗതി അതിന് പൗതി അതിന്റെ അതാണ് അത് കുഴപ്പമില്ല, എടുത്ത് പോ. ബാക്കി നമുക്ക് ഇതാക്കാലോ എന്നാ അമ്മ ഇരുന്ന് തിന്നാണി അത് മതി അത് മതി ഇല്ലെടുത്ത് തിന്നാ ഓളെ മനസ്സില് ഭയങ്കര ലഡു പൊട്ടിക്കണേ അതെ മനസ്സിൽ ലഡു പൊട്ടിക്കണ വലിയ കണ്ട കിട്ടിയപ്പോ സാനി വെച്ചിരിക്ക് എടാ നജാഫെ വാടാ പിന്നെ കുറുക്കി കുത്തിരിക്ക ഇവിടെയൊക്കെ ചൊല്ലി കുത്തിരിക്കാണ് കേസ് റമദാൻ മാസാണ് കുറുകല് നിർത്ത് ആ അതെ ഞങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നേന് കൂട്ടുകാരനാണെന്നൊക്കെ എന്നാ അമ്മമ്മ എന്നാ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി അല്ലേ അപ്പത്തിന് നമുക്ക് പെരുന്നാൾ ആണോ അല്ലേ നമുക്ക് അറിയാൻ പറ്റും അല്ലേ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് അല്ലേ അമ്മ ഓക്കെ എന്തായാലും ഗൈസ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഗൈസ് കാത്തിരിപ്പിന് വിരാമം കൊണ്ടുകൊണ്ട് നാളെ ചെറിയ പെരുന്നാൾ അല്ലേ അമ്മമ്മ നാളെ ചെറിയ ഞാൻ അപ്പോൾ എന്താണ് ഇപ്പൊ വാർത്തയിൽ പറഞ്ഞു പറഞ്ഞല്ലേ ആദ്യം ഒരു പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല ചില ആൾക്കാർ അവിടെ ഇവിടെയും കണ്ടു പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അവസാനം ഫൈനലായിരിക്കുന്നു അങ്ങനെ കണ്ടിരിക്കുന്നു അല്ലേ കണ്ടിരിക്കുന്നു എഴുതി കാട്ടണാക്കണം കണ്ടിരിക്കുന്നു ബ്രേക്ക് അവിടെ നോക്കിയാ അയ്യോ പോയി നാളെ ചെറിയ പെരുന്നാൾ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഗൈസ് ഞാൻ അപ്പോഴും പറയാം ഞാൻ എന്താ പറഞ്ഞേ നാളെ പെരുന്നാളാണെന്നല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ നാളെ പെരുന്നാളല്ല എഴുതിയിരിക്കണം പറച്ചോ നമുക്കൊരു മെസ്സേജ് അയച്ചിനി ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം എന്താ എനിക്ക് പറയല്ലേ പെരുന്നാളിനെ കുറിച്ച് ഓള് ചെരുപ്പ് ഇതൊന്നും എടുത്തിട്ടില്ലല്ലോ ഇന്ന് രാത്രി പോയി തപ്പണ്ട എനിക്ക് വേണ്ടേ ഇപ്പോൾ പ്രാർത്ഥിച്ചു തിരികണി നാളെ ആവരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക പെരുന്നാളെ കുറിച്ച് നല്ലത് ഈദ് മുബാറക് അവിടെ നല്ലത് ഈദ് മുബാറക് അല്ലേ കുഞ്ഞാമ്മ എന്താണ് നാളെ പെരുന്നാളാണ് എങ്ങനെയൊക്കെ പെരുന്നാളായി അപ്പൊ നാളെ സൗദിയിൽ നാളെ ഇവിടെ നാളെ കഴിഞ്ഞ പ്രാവശ്യം അതേ വൈകുന്നേരം അല്ലേ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഓക്കെ എന്നാ സാനിയോ എന്താ പറയല്ലേ പെരുന്നാളിനെ കുറിച്ച് ഇതെന്താ ആദ്യം പറഞ്ഞു നാളല്ല അങ്ങനെ കഴിച്ചു പെരുന്നാളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി ഇനി എന്താ പെരുന്നാൾ എന്താ പരിപാടി ഇന്ന് രാത്രി പോവാ ഞാൻ രാത്രി പോകും എന്നിട്ട് നാളെ കിട്ടാൻ വരും പിന്നെ എന്തിനോട് പോണേ വൈകുന്നേരം ഓക്കെ അപ്പൊ നമ്മളെ പരിപാടി എന്താ നമ്മളിഞ്ഞ് പോവുക എപ്പോഴാ പോണേ കുറച്ച് കേട്ടല്ലേ നമുക്ക് കുറച്ചേണ്ട് പോയി നാളെ പെരുന്നാളല്ലേ ഇനി എന്തൊരു സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാണ്ടോ പിന്നെ സാധനം വാങ്ങണ്ടേ നാളെ നമ്മളെ പെരിയില് നാളെ മറ്റന്നാളാണ് ആ പാപ്പാൻ്റെ മറ്റന്നാളാണ് അപ്പൊ ആ പാപ്പാന അങ്ങനെ വരുന്നുണ്ടോ നാളെ വരുന്നുണ്ടോ നിങ്ങള് ആ എന്നാ അങ്ങനെ എന്നിട്ട് ഇബല് നാളെ വരുന്നുണ്ട് അല്ലേ ഓളെ കൊണ്ടാക്കണ്ടേ അതാണ് നേരെ കൊടുക്കോളം നടക്കും ഇവൾക്കല്ലേ ഡ്രസ് ഇത് നോക്കാൻ വേണ്ടിട്ട് ഡ്രസ് ഇട്ടുകണേ എന്താണ് ഓളെ കൊണ്ടാക്കിട്ട് നേരെ പോരി നാളെ അവിടെ പെരുന്നാൾ കഴിച്ചാ ഞങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ അത് കുഴപ്പമില്ല എന്നാ ഒരു നാളെ വന്നോട്ടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സെറ്റ് ആക്കാനൊക്കെ അല്ലേ ഇവൾക്കും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് തിരക്കൊക്കെ ഉണ്ട് ഉച്ചയോണ്ട് വന്നാ പോരെ അപ്പം അതിന്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പൊ നാളെ അവിടെ പെരുന്നാള് ഓക്കെ മറ്റന്നാ അപ്പുറത്ത് ഇവിടെ നമുക്ക് എപ്പോഴേലൊക്കെ ആക്കാം ഇവിടെ ഇന്നിപ്പോ പെരുന്നാളായില്ലേ അല്ലേ ഒറ്റ പെരുന്നാളേ ഉള്ളൂ പിറ്റേന്ന് നോയമ്പാണ് ഞാൻ ഇന്നിപ്പോ പോയിട്ട് വാങ്ങേണ്ടി വരും രാത്രി വാങ്ങേണ്ടി വരും അല്ലേ ഉമ്മ എന്താ നാളെ വെക്കാനെന്താ എന്താ ഉണ്ടാക്കണ്ടി അങ്ങനൊന്നുമില്ല എന്താ ഉണ്ടാക്കണേ ബിരിയാണി വെക്കണ എന്തുണ്ടാക്കാം എന്നാലും മതി മന്തി ഇന്നലെ ഇപ്പൊ തിന്നിട്ട് ആ കുറച്ചേ തിന്നിട്ടുള്ളൂ ഇറങ്ങണില്ല മന്തി ഒന്നും ബിരിയാണി ഒക്കെ അല്ലേ ബിരിയാണി വരെ നാളെ ബിരിയാണി നാളെ ബിരിയാണി ഓക്കെ ഗൈസ് അപ്പൊ എല്ലാരും അഭിപ്രായം ബിരിയാണി എന്നാണ് കുഞ്ഞാമ്മന്റെ അഭിപ്രായം ബിരിയാണി അവിടെ ഇജ്ജും കൂടി പറഞ്ഞോളാം ഞാനോ മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ കുഴിമന്തി അല്ല വേറൊരു സാധനം ഉണ്ടല്ലോ മധുഹൂത്ത്
അത് ഊത്ത്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മളെ പെരുന്നാളിന്റെ കാര്യം കൺഫേം ചെയ്ത് നാളെ പെരുന്നാളായെന്ന് ഉറപ്പിച്ചു. അപ്പൊ ഇനി നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പൊ ഇനി എന്നാ അതിന്റെ പേരടാ ഇനിയിപ്പോ അതിന്റെ പേരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ പോസ്റ്റ് ചെയ്യാലോ. അപ്പൊ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ അവസാനത്തെ നോമ്പ് 29 നോമ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത വ്ളോഗിൽ കാണാം. അതൊരെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എന്നാ പുറത്തേക്ക് ഇതെങ്ങനെ തുറക്കുക? ഇത് വരുന്നില്ല. ഇത് പൊക്കി പിടി എന്നിട്ട് തുറക്കുക. ഞാൻ പറഞ്ഞില്ല ഇതിന് ടെക്നിക്ക് ഉണ്ടോ. അപ്പോൾ ഗൈസ് പെരുന്നാളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. അപ്പോൾ ഇനിയൊക്കെ നാളെ പെരുന്നാളിന് കാണാം അല്ലേ അമ്മ? കുറച്ചു നേരം ഇവിടെ കാറ്റും കൊണ്ട് കുത്തിരിക്കട്ടെ. നാളെ പെരുന്നാൾ, ചെറുപെരുന്നാൾ. എല്ലാവർക്കും ഈദ് മുബാറക് ഗൈസ്, ഈദ് മുബാറക്. അപ്പൊ ഇനി നമുക്ക് ബാക്കി നാളെ കാണാം അല്ലേ? എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇവിടെ പറയാം ആൾക്കാരോട് പറയാം. 400 എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈദ് മുബാറക് പറയാം. നിങ്ങൾ പറഞ്ഞു അല്ല പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ ആശംസകൾ. ചെറിയ പെരുന്നാൾ ആശംസകൾ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഗൈസ് അസ്സലാമു അലൈക്കും.